കൊച്ചു സുന്ദരിയെ അനുകരിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും അശ്ലീല പേജുകൾ. ലൈംഗിക വ്യാപാരത്തിന് പേജിലൂടെ കളമൊരുക്കുന്നതായാണ് സൂചന. എൻ ഉണ്ണികൃഷ്ണൻ വെബ് ഡെസ്കിൽ നിന്ന് ഒരിക്കൽ കൂടി ന്യൂസ് റൂമിൽ നിന്ന് ചേരുന്നുണ്ട്. ഉണ്ണി, ഓൺലൈൻ പെൺവാണിഭത്തിന്റെ ചുവട് പിടിച്ച് യഥാർത്ഥത്തിൽ വിദേശത്തേക്ക് മനുഷ്യരെ കടത്ത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നായിരുന്നു ഈ കൊച്ചു സുന്ദരികളുമായി ബന്ധപ്പെട്ട രാഹുൽ പശുപാലൻ, രശ്മി ആർ നായർ അറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞത്. ഗൾഫിലേക്കടക്കം ഇവിടെ പ്രത്യക്ഷത്തിൽ ഈ സൈറ്റുകൾ നിർദോഷികളാണ് എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. ഇത് വലിയ കെണിയാണ്. ആ തരത്തിൽ ഇത് മനസ്സിലാക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന് കരുതേണ്ടതല്ലേ? ശരിയാണ്, അന്വേഷണം നടക്കുന്നില്ല എന്ന് കരുതേണ്ടത്. ഇത്തരം പേജുകൾ വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം ജനങ്ങളുടെ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, അന്വേഷണ സംഘങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നിരവധി പേജുകൾ. പക്ഷേ കൊച്ചുസുന്ദരികളുടെ പേര് ഉയർന്നപ്പോൾ ആ അന്വേഷണം കൊച്ചുസുന്ദരികളിൽ മാത്രമായി ഒതുങ്ങുകയും ഇത്തരം പേജുകൾ ഇതിലൊരു പേജ് പക്ഷേ ഈ കൊച്ചുസുന്ദരികൾ വിവാദം അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഓൺലൈൻ ലൈംഗിക വ്യാപാര വാർത്ത പുറത്തുനിന്ന് മുമ്പേ തുടങ്ങിയ പേജാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഇപ്പോൾ സജീവമായ ഒരു പേജാണ് ഈ നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തതിൽ ഒരു പേജ്. പക്ഷേ ഈ പേജ് അന്ന് കൊച്ചുസുന്ദരികളുടെ അന്വേഷണം നടന്നപ്പോൾ ഈ പേജിലേക്ക് അന്വേഷണം എത്തിയില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ നിരവധി പേജുകൾ ഫേസ്ബുക്കിൽ ഉണ്ടാകാം. ഫേസ്ബുക്കിൽ പലതരത്തിൽ എസ്കോർട്ട് സർവീസ് എന്ന പേരിൽ, കോൾ ബോയ് എന്ന പേരിൽ, കോൾ ഗേൾ എന്ന പേരിൽ പല പേജുകൾ നിലവിലുണ്ട്. പക്ഷേ ഇതിലേക്കൊന്നും അന്വേഷണം കൊച്ചുസുന്ദരികൾ അവസാനിപ്പിക്കുകയും കൊച്ചുസുന്ദരികളുടെ മറവിൽ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടന്നു, അല്ലെങ്കിൽ കേരളത്തിൽ വ്യാപകമായ ലൈംഗിക വ്യാപാരം നടന്നതിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് അവസാന അന്വേഷണം പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലെ പേജുകളിലേക്ക് അന്വേഷണം പോകണമെങ്കിൽ ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു വളരെ കാര്യക്ഷമമായ അന്വേഷണം, ഫേസ്ബുക്കിൽ ഒരു പരിശോധന ഫേസ്ബുക്ക് പേജുകൾ നടത്താൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷണം നടന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരം പേജുകൾ വീണ്ടും മുളച്ചു പൊങ്ങാൻ അല്ലെങ്കിൽ ഇപ്പോഴും സജീവമായി നിലനിൽക്കാൻ കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം കൂടിയുണ്ട്. അടുത്ത കാലത്ത് നമുക്കറിയാം VP റജീനയുടെ ചില പരാമർശങ്ങളുടെ പേരിൽ VP റജീനയ്ക്കെതിരെ ചില മതവാദികളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങളിൽ പലരുടെയും പേജുകൾ പൂട്ടിക്കാൻ ഒരു കൂട്ടായ ശ്രമം സമൂഹ മാധ്യമത്തിൽ നടന്നു. അതേസമയം ഇത്തരം അശ്ലീല പേജുകൾ നിലവിലുണ്ടായിട്ടും ഇവ പൂട്ടിക്കാനുള്ള ശ്രമം സമൂഹ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും. അരുന്ധതി നിലവിൽ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അരുന്ധതി, ഈ കൊച്ചു സുന്ദരികൾ എന്ന സൈറ്റ് യഥാർത്ഥത്തിൽ അത് കേരളത്തിൽ എത്രത്തോളം വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളത്, വിപ്ലവം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോഴ്സിലാണ് പറയുന്നത്, എത്രത്തോളം അറസ്റ്റുകൾ ഉണ്ടാക്കി എന്നുള്ളതും നാം കണ്ടതാണ്. ഒരു പരിധിവരെ ഇതിന് അറുതിയായി, അല്ലെങ്കിൽ അധികാരികളുടെ കണ്ണുകൾ വളരെ സജീവമായി ഈ സൈബർ മേഖലയിൽ പതിയുന്നുണ്ട് എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇത് ഒരു വലിയ വ്യാപാര വാണിജ്യ സാധ്യതയായി കണ്ടെത്തി സജീവമായി തുടരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം ആശങ്കാജനകമാണിത്? അല്ല, നമ്മള് കൊച്ചു സുന്ദരികൾ എന്ന പേജിന്റെ അഡ്മിനെ അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് അതിനകത്ത് ചുംബന സമരത്തിന്റെ ഭാഗമായിട്ടുള്ളവർ എത്തുകയും ചെയ്തപ്പോൾ അതൊരു വലിയ ആഘോഷമാക്കി മാധ്യമങ്ങൾ മാറ്റിയെങ്കിലും കൊച്ചു സുന്ദരികൾ പോലെയുള്ള പിഡോഫിലിക്കായ ഒരു പേജിൽ എത്തുകയും അതിലെ ഓരോ ചിത്രവും കമന്റ് ലൈക്ക് ചെയ്യുകയും ചെയ്ത 4000-5000-ത്തിലധികം മനുഷ്യരെ കുറിച്ച്, മലയാളികളെ കുറിച്ച് നമ്മൾ മറന്നുപോയി. അപ്പൊ അത്തരം ആളുകൾ വളരെ സജീവമായി നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് അത് കാണിക്കുന്നത്. 1-2 ആളുകളെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് മനുഷ്യരുടെ ഈ മനോഭാവം മാറുന്നില്ല. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒന്നാണ് 5 വയസ്സ് 6 വയസ്സുള്ള കൊച്ചു കുട്ടികളുടെ ചിത്രം ഇട്ടിട്ട് അങ്ങേയറ്റം അശ്ലീലം നിറഞ്ഞ കമന്റുകൾ അതിന് താഴെ എഴുതുമ്പോൾ ആ പേജിനെ ലൈക്ക് ചെയ്തും അതിനകത്ത് എഴുതുന്ന കാര്യങ്ങളെ ലൈക്ക് ചെയ്തും വളരെ മോശപ്പെട്ട ഭാഷയിൽ കമന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരുപാട് മനുഷ്യർ, 5000 എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയല്ല, അതും അത്രത്തോളം പ്രചാരം ഇല്ലാതിരുന്ന ഒരു പേജാണെന്ന് കൂടി ആലോചിക്കണം. അങ്ങനെയുള്ള മനുഷ്യരുള്ളപ്പോൾ തീർച്ചയായും പുതിയ പേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ആവശ്യക്കാരുണ്ടല്ലോ. പിന്നെ പോലീസിനടക്കം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരം പല പേജുകളുടെയും അഡ്മിൻ കേരളത്തിലോ ഇന്ത്യയിലോ താമസിക്കുന്നവരാവില്ല. അപ്പൊ പുറം രാജ്യങ്ങളിലുള്ളവരെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ നമ്മുടെ സൈബർ നിയമങ്ങൾക്കകത്തോ വകുപ്പുകൾക്കകത്തില്ല. ആ പരിമിതി ഇവിടുത്തെ പോലീസ് നേരിടുന്നുണ്ട്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള രീതിയിൽ സമൂഹത്തെ അങ്ങേയറ്റം ജാഗ്രതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ഒരു പ്രായപൂർത്തിയായ ആളുകളുടെ ലൈംഗിക വാണിഭത്തിലേക്കുള്ള വാർത്തകൾ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഇത്രത്തോളം അപകടകരമായ ഒരു ടെൻഡൻസി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ആ വാർത്തകൾ വന്ന സമയത്ത് പലരും മറന്നുപോയി. അതാണ് ചർച്ചയാവേണ്ടുന്നത്. അതിന്റെ അപകടങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പേജിൽ ഇത്രത്തോളം ലൈക്ക് ചെയ്തുവെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ വീട്ടിലെ കുട്ടികളെ, വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളെ ആളുകൾ കാണുന്നത്, എന്ത് ധൈര്യത്തിലാണ് ആ കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തേക്ക് വിടാൻ കഴിയുക? അല്ലെങ്കിൽ ഒരുപക്ഷെ കൗൺസിലിംഗ് സെഷനുകളിൽ പലപ്പോഴും വിദ്യാർത്ഥിനികൾ തുറന്നു പറയാറുണ്ട്, വീട്ടിൽ ബന്ധുക്കൾ അടക്കമുള്ളവരിൽ നിന്ന് മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുന്നത്. അപ്പൊ തീരെ ചെറിയ കുട്ടികളെ പോലും ഗുഡ് ടച്ചും ബാഡ് ടച്ചും
സേഫ് ടച്ചും ഒക്കെ പഠിപ്പിക്കേണ്ടുന്ന ആവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്നാൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടിയുണ്ട്. കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് അടക്കമുള്ള മടി, ഒരുപക്ഷെ അത്തരം മടിയിൽ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല ഇനി. കാരണം അത്രത്തോളം മോശപ്പെട്ടൊരു സാഹചര്യം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ജാഗ്രത പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് അരുന്ധതി. കൊച്ചു സുന്ദരിയെ അനുകരിച്ച് ഫേസ്ബുക്കിൽ വീണ്ടും അശ്ലീല പേജുകൾ, ലൈംഗിക വ്യാപാരത്തിന് പേജിലൂടെ കളമൊരുക്കുന്നതായും സൂചന. സമഗ്രമായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെബ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി NM ഉണ്ണികൃഷ്ണൻ.